ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഡെയിലിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ വണ്ടിയിൽ മാറ്റ് കഴുകാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അതിനുള്ള ഷാമ്പു ആണ് കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പം നമുക്ക് മാറ്റ് എടുത്ത് ഇങ്ങോട്ടിടാം. ഈ വെള്ളം യൂസ് ചെയ്ത് കഴിക്കുമെന്നാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വെള്ളം യൂസ് ചെയ്ത് ഈ വെള്ളവും ഈ ഷാമ്പുവും യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ മാറ്റ് കഴുകാം. അതിന് വേണ്ടിയിട്ട് ബ്രഷ് എടുക്കണം, പിന്നെ പാട്ട എടുക്കണം, അങ്ങനെയൊക്കെ എടുക്കണം. അതിന് മുമ്പേ നമുക്കിതൊരു സുരക്ഷിത സ്ഥലത്ത് വെക്കാം ഗൈസ്. പിന്നെ പിന്നെ കുഞ്ഞുങ്ങളൊന്നും കാണിച്ചില്ലല്ലോ, അതൊക്കെ കാണിക്കാം കേട്ടോ. കുറച്ച് സമയം എന്തായാലും ചെരുപ്പിട്ടിട്ട് ബാക്കിലോട്ടേക്ക് പോവാം. ഓക്കെ, മഴക്കാറുണ്ട് കേട്ടോ. മഴ പെയ്യുന്നറിയില്ല, പക്ഷെ എന്തായാലും ഇന്നലൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു മഴ കണക്കുന്നുള്ളത്. ഇതാണ് കേട്ടോ നമ്മുടെ ലിയോബിയും കുഞ്ഞുങ്ങളും. അപ്പോൾ നമ്മൾ ബ്രഷ് എടുത്തു, ഇനി നമുക്ക് പാട്ട എടുക്കാം. പാട്ട എടുത്തു, ബ്രഷ് എടുത്തു, ഇനി നമുക്ക് നേരെ കഴുകാൻ പോകാം ഗൈസ്. ഒരു കയ്യിലാണ് ഫോണുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ മുഖമൊന്നും അങ്ങനെ കാണാം കഴിയാത്ത കേട്ടോ. അപ്പം നമുക്കിനി മാറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെ ഇതേ നമ്മൾ മാറ്റൊക്കെ കഴുകിയിട്ടോ. ദേഹം മൊത്തം നനഞ്ഞിരിക്കുകയാണേ. അങ്ങനെ 4 മാറ്റും കഴുകിയിട്ടു ഗൈസ്. ഇനി നമുക്ക് മദറിൻ്റെ അടുത്ത് പോവാം. ഹായ് ഡിയർ. ഹായ്. എൻ്റെ പതിവ്. അപ്പം വിശേഷങ്ങൾ പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഫുള്ളായിട്ടാവും പുറം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. 2 ദിവസം പൂട്ടിയിട്ടത് കൊണ്ട് മൊത്തം വൃത്തിയാക്കണം. അപ്പം ഒരു സെറ്റ് മെഷീനിൽ അലക്കാനിട്ടു. ഇനി അടുത്തത് ചെയ്യാനുണ്ട്, പുറത്തൊന്നും അലക്കാനുണ്ട്. എല്ലാം കൊണ്ട് ഇരട്ടി പണിയുണ്ട്. നമ്മൾ എവിടെയെങ്കിലും വീട് അടച്ചിട്ട് പോയിട്ട് ക്ലീൻ ചെയ്തെടുക്കല് എന്നിട്ട് ഫുഡ് പോലും കഴിക്കുള്ളൂ. പക്ഷെ ഇന്ന് എനിക്ക് വിശന്ന് പോയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ചായ വേഗം കുടിച്ചു. ഇപ്പം ഏകദേശം ടൈം എത്രയായി? ടൈം ഒരു 11 മണി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടൈം കൂട്ടി പറയുക. അപ്പോൾ 12 മണിയൊന്നും ആയിട്ടില്ല, എന്തായാലും 11 മണി കഴിഞ്ഞു. അപ്പോൾ രാവിലത്തെ വീഡിയോ ആട്ടെ. സാധാരണ നമ്മൾ വൈകുന്നേരം മിറ്റമൊക്കെ അടിക്കുക, പക്ഷെ ഇന്ന് മഴയുടെ ഇതൊക്കെ ഉണ്ട്. പിന്നെ 2 ദിവസമായിട്ട് അടിച്ചു വാരാനൊന്നും പറ്റിയില്ല. അപ്പോൾ എന്തായാലും പുറത്തെ പണി പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് അകത്തുള്ള ജോലികൾ മഴയാണേലും ചെയ്യാമല്ലോ. അപ്പം ഇതൊക്കെ ഒന്ന് അടിച്ചു വാരി കൂട്ടിയെടുത്ത് വൃത്തിയാക്കട്ടെ കേട്ടോ. എന്നിട്ട് ശേഷം വരാവേ. ഇത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. ആ പടം എടുക്കാം അവിടുന്ന്. മഴ പെയ്യുന്നു, പടം എടുക്കുന്നു പറയുന്നു. അതെ, അത് ഉണങ്ങാനിട്ടതാ മാറ്റെടുത്ത് പുറത്ത്. അത് എടുത്തില്ലെങ്കിൽ അത് നനഞ്ഞു പോകും, പിന്നെ അത് ഉണങ്ങി കിട്ടുന്ന സമയം പിടിക്കും. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാ, ഇതെല്ലാം ചാക്കിന്റെ അകത്തേക്കാ. ചാക്കിന്റെ അങ്ങനെ പിടിക്കുക. പൂച്ച തൂറിയിട്ട് കഴിച്ച് ചാക്കിന്റെ മേത്തല്ല, ചാക്കിന്റെ പുറത്ത് പിടിയിട്ടാണ്. അതെ, കുഞ്ഞുങ്ങളെ അവിടെ ആക്കി വെച്ച് ഇനി ആരെങ്കിലും എടുത്തോണ്ട് പോകുമെന്നുള്ള ഒരു പേടിയുണ്ട്. അപ്പം അവളവിടെ കൈ നീട്ടി വെച്ച് കിടന്നുറങ്ങും. മഴയൊന്നും നനയെന്ന് നോക്കി നിന്നാല് നമുക്ക് പണി ഓടൂല. അലക്കാൻ ഇഷ്ടം പോലെ വരുമ്പോഴാണ് കഷ്ടം. ഓരോ ചൂടുമുണ്ട്, മഴ പെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് ചൂടുമുണ്ട്. മഴയ്ക്കും ഇല്ലേ കുശുമ്പ്. വീട്ടമ്മമാരാകുമ്പോ എപ്പോഴും അവർക്കുള്ളൊരു പരാതി, അലക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അലക്കി വിരിക്കാൻ സ്ഥലമില്ലാണ്ടാവും. ഞാൻ എക്സ്ട്രാ അയൊക്കെ കെട്ടാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം. അപ്പം അത് കെട്ടിക്കഴിഞ്ഞാലേ
പുറത്തുനിന്നും മെഷീനിൽ നിന്നും ഒക്കെ ഇനിയും ഉള്ളത് അലക്കി ഇടാൻ പറ്റുമോ. മെഷീനിലുള്ള തുണി ഒരു ട്രിപ്പ് എടുക്കാം. അപ്പൊ വായു ഇതെല്ലാരും ചെയ്യും. ഇതെല്ലാ വീട്ടമ്മമാരും ചെയ്യുന്ന സംഭവമൊക്കെ തന്നെയാണ് കേട്ടോ. അതൊന്നും പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മൾ എവിടെയെങ്കിലും യാത്ര കഴിഞ്ഞു വന്നു കഴിഞ്ഞാലുള്ള കഷ്ടപ്പാടാണ് ഇത്. എല്ലാരും മുതിർന്നവർ ആയതുകൊണ്ട് തന്നെ വലിയ വലിയ തുണികളായിരിക്കും അലക്കാനുണ്ടാവും. പിന്നെ നമ്മൾ പോകുമ്പോൾ മാറ്റിയിട്ട് പോകുന്നതും ഒക്കെ ഉണ്ടാവല്ലോ. അപ്പം ഇതൊരു സെക്ഷൻ ഞാൻ വന്ന പാടെ ഇട്ടതാട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്തതും കൂടി ഇടാനുണ്ട്. അത് വിട്ട് പുറത്തൊന്നും അലക്കണം. അതൊക്കെ വിരിച്ചിട്ടിട്ട് വേണം പിന്നെ താഴ്ഭാഗമൊക്കെ അടിച്ചു വാരി തുടച്ച് ക്ലീൻ ചെയ്യാൻ. അപ്പം പോയി വന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാം അടിച്ചു വാരാൻ പോകുന്ന കേട്ടോ. അകം ക്ലീൻ ചെയ്യണമല്ലോ, അതാണല്ലോ അത്യാവശ്യം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല, കാരണം വണ്ടിയെല്ലാം സൈഡാക്കി വെച്ചുകൊണ്ട് ഉള്ള ഭാഗം മാത്രം അടിച്ചു വൃത്തിയാക്കാം. ബാക്കി കഴുകിയിട്ട് ഇടാം, അതേ പറ്റുള്ളൂ. ഇങ്ങോട്ടൊന്നും തൊടാൻ പറ്റൂല. നമുക്കിനി റൂമിലേക്ക് പ്രവേശിക്കാം. അതെ, റൂമിൽ വലിച്ചു വാരി ഇടും. എന്നിട്ട് അത് ഞാൻ നിങ്ങളുടെ പുറകെ നടന്ന് വൃത്തിയാക്കിക്കൊണ്ട് നടക്കണം. പെറുക്കി നടക്കണം. ഓരോ സാധനം ഉണ്ടാവുമല്ലോ ഓരോ മൂലക്കൊക്കെ വെച്ചിരിക്കുന്നത്, അതൊക്കെ പെറുക്കി മാറ്റണ്ടേ. ഉണ്ടോ, ഒരു ജനലും ഫ്രീ, ഒരു സ്ഥലവും ഫ്രീ ആക്കിയിട്ട് ഇടൂല. എനിക്ക് വെളിച്ചടിച്ചാൽ എനിക്ക് ഉറക്കം വരൂല. എനിക്ക് അത് ഒരു തരം രോഗം. നിങ്ങളുടെ പേരിടൊന്നുമില്ല. കട്ടിലിന്റെ ഉൾഭാഗം എല്ലാം അടിച്ചു പോയത്. അതിന്റെ അടിയിൽ വരെ ഉണ്ട് സാധനം. അതിന്റെ അടിയിൽ പായുണ്ട്, പിന്നെ നിസ്കാരപ്പടമുണ്ട്. അതെല്ലാം മാറ്റണ്ടേ, അല്ലാണ്ട് ചുമ്മാ അങ്ങ് അടിച്ചു വാരി പോയാ പോരല്ലോ. അതെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് തള്ളി കൊടുക്കണം. എന്നാലും ഇവിടെയൊക്കെ വൃത്തിയാവും. ഇത് 2 ദിവസം പൂട്ടിന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോന്നന്നും ഇന്നലെ ഒരു ദിവസം കേട്ടോ. പോന്നന്ന് ഞാൻ പിന്നെ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടിട്ട് തന്നെയാ പോയത്. അപ്പം എന്നാലും ഉണ്ടാവും കാട്ടം ഇഷ്ടം പോലെ. എത്ര നമ്മൾ വൃത്തിയാക്കുന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ഇഷ്ടം പോലെ ഉണ്ടാവും. ഏതായാലും വണ്ണാമ്പലി അങ്ങനത്തെ ഒന്നുമില്ല. വീട് കൂട്ടി പോകുമ്പോ ഇതാണ് പ്രശ്നം. എഴുന്നേക്ക്. കിടന്നിട്ടാ ഗൈസ് വീഡിയോ എടുക്കുന്നത്. അത്ര പോലും മടിയാ. ഇന്ന് സ്കൂളിലും പോയിട്ടില്ല, എത്തിയപ്പോഴത്തേക്കും വൈകിപ്പോയി. അപ്പൊ അതുകൊണ്ടാണ് അയക്കാൻ പറ്റാണ്ടായി. നമ്മള് ട്രിപ്പ് പോയതല്ല കേട്ടോ. പറയുമ്പോ ചിലപ്പോ അങ്ങനെ ആയിരിക്കും വിചാരിച്ചു പോവല്ല. ആണ്ടായിരുന്നു, അതിനു വേണ്ടിയിട്ട് പോയിട്ട് വന്നത്. അങ്ങനെയൊക്കെയല്ലേ നമുക്ക് ആ ഫാമിലിയിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പം ഫസ്റ്റിലത്തെ ആണ്ടാ കേട്ടോ. 1 year ആയി. അപ്പം അതൊക്കെ കഴിഞ്ഞത് കൊണ്ട്
അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് പോയതാണ്. പിന്നെ എല്ലാവർക്കും ഒരേ സമയം വീട്ടിൽ പോയിട്ടൊന്നും നിൽക്കാൻ പറ്റുമല്ലോ, കാരണം കുട്ടികൾ വളരുന്നതിനനുസരിച്ച് അതിൻ്റെതായ മാറ്റങ്ങൾ വരുമല്ലോ. അപ്പോൾ ഒരാൾക്ക് എല്ലാവർക്കും എല്ലാ വഴിക്കും പോകണം. പണിക്ക് പോകേണ്ടവർക്ക് പണിക്ക് പോകണം, ജോലിക്ക് പോകേണ്ടവർക്ക് പണിയും ജോലിയും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഓരോ വിഭാഗങ്ങളുണ്ടല്ലോ. സ്കൂള് അങ്ങനെയൊക്കെ പോകുന്നവർക്ക് അങ്ങനെയൊക്കെ പോകണം. ഞാനൊരു ദിവസത്തേക്കാണേലും 2 ദിവസത്തേക്കാണേലും എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് വീടടച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ, പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബെഡ്ഷീറ്റ് ഉൾപ്പെടെ എല്ലാം എടുത്തിട്ട് അലക്കാനിടും. അല്ലെങ്കിൽ എനിക്കൊരു ഉറക്കം കിട്ടാത്ത പോലെ ഉണ്ടാവും. ഇത് ഞാൻ മുകളിലോട്ട് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ, മുകളിൽ കഴിഞ്ഞ ദിവസം എല്ലാം വൃത്തിയാക്കി ഇട്ടതാണ് കേട്ടോ. അതുകൊണ്ട് മേലെ പിന്നെ അധികം ആരും ഉപയോഗിക്കാനും ഇല്ല. ഇപ്പം നമ്മളിങ്ങനെ തുണി വിരിച്ചിടാനും പിന്നെ ഇസ്തിരി ഇടാനും അതിനൊക്കെ പോവുള്ളൂ. അപ്പം ഞാനിത് അടിച്ചു വാരി എടുത്തിട്ട് ബാക്കി ഇതെല്ലാം പുറത്തുനിന്ന് അലക്കി. ഇതുപോലെ തന്നെ ഒരു ട്രിപ്പും കൂടി ഇട്ടിട്ടുണ്ട് മെഷീനിൽ. ഇല്ല, പുറത്തെ അലക്കൽ കഴിഞ്ഞു. ഇനി അകം തുടയ്ക്കണം. ഇത് നമുക്ക് ഈ മെഷീനിലിട്ടിട്ട് ഉണക്കിയെടുക്കാം. എല്ലാം ഒരു മെഷീനിലേക്ക് പോയാൽ ബുദ്ധിമുട്ടാണ്. നമ്മളെന്താ, പഴയ മെഷീനിൽ നിന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ചാക്ക് പോലത്തെ ജീൻസ് അതിൻ്റെ അകത്തേക്ക് തട്ടി കൊടുക്കും. വെള്ളമുണ്ട്, വെള്ളം മറിക്കണം. ഇത് ഇങ്ങനെ അലക്കാനൊക്കെ ഉപയോഗിക്കുന്ന ബാത്റൂം ആയതുകൊണ്ട് തന്നെ എത്ര വരച്ചാലും ആ ടൈൽസിൽ നിന്നുള്ള ചെളി പോവില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ടേ, ടൈൽസ് അങ്ങനെ കിടക്കുള്ളൂ. വരച്ചിട്ട് മനുഷ്യൻ്റെ ഷോൾഡർ കൈയും വേദന എടുക്കാന്നുള്ള അല്ലാണ്ട് ഒരു മാറ്റവും ഉണ്ടാവില്ല. അപ്പം വൈറ്റ് ഷർട്ട് നമുക്ക് മുകളിലിടാം. ഇതൊന്നും കളർ പോകുന്ന ഡ്രസ്സൊന്നും അല്ല, എല്ലാം പുറത്തുനിന്ന് അലക്കി കളറൊക്കെ പോകുന്നുണ്ടോയെന്നൊക്കെ കൺഫേം ആക്കിയിട്ടാണ് മെഷീനിലേക്ക് തള്ളുന്നത്. എന്നാലും വൈറ്റ് ആകുമ്പോൾ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ തൂക്കിക്കണ്ടല്ലോ. ഇതൊക്കെ ഞാൻ കുറേ അലക്കിയിട്ട് ഉപയോഗിച്ച ഡ്രസ്സുകളാണ്. അപ്പോൾ ചിലതിൻ്റെ ഒന്നും കളർ അങ്ങനെ പോകൂല. നിങ്ങൾ ചോദിക്കും, ഇതല്ലേ എന്തിനാ നമ്മളിങ്ങനെ കാണിക്കുന്നതല്ലേ, രസമല്ലേ, വീട്ടമ്മമാരല്ലേ, നമ്മളൊക്കെ പണിയെടുക്കും. നമ്മൾ പണിയെടുക്കും, ഭാഗത്തുനിന്ന് എന്തേരം നമ്മൾ പണിയെടുത്താലും നമുക്ക് കാണാനുണ്ടാവും. അതേ സമയത്ത് പുറത്ത് പോയി ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ഇഷ്ടം പോലെ പറയാനും ഉണ്ടാവും. നമ്മൾ രാവിലെ എഴുന്നേക്കും, കിടക്കുന്നത് 12 മണിയാണെങ്കിൽ 12 മണി രാത്രി, അത്രേ സമയം ഈ ഇത് തന്നെ എന്തെങ്കിലും ഉണ്ടാവും ചെയ്യാൻ. സ്ത്രീകളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പം നമുക്കിത് ഉണങ്ങാനിടാം. ഇത് കടയുന്ന ഒച്ചയല്ല, അങ്ങോട്ട് ഞാൻ ഇതെടുത്ത് അങ്ങോട്ട് മാറ്റിട്ട്. എൻ്റെ മെഷീനും വർക്കാം. എല്ലാ ദിവസവും ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെ കൂടുതൽ എവിടെയെങ്കിലും പോയിട്ട് വന്നാലുള്ള ഒരു വിഷമം. മഴയല്ലേ, എല്ലായിടും തുലാവർഷം സ്റ്റാർട്ടായതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്നൊന്നും അലക്കാൻ നിന്നില്ല, അല്ലേ ഇങ്ങോട്ട് തന്നെ എടുത്തിട്ട് പോന്നു. പിന്നെ അധികം നിൽക്കാനും പറ്റിയില്ല, വേഗം പോന്നു. അപ്പം നമുക്കിനി തുടയ്ക്കണം, ആ പണിയിലേക്ക് പോവാം. അപ്പോൾ എന്ത് ചെയ്യണം, അതിന് മുമ്പേ കട്ടിലിൻ്റെ ഉള്ളിലുള്ളതെല്ലാം എടുത്തിട്ടൊന്ന് കയറ്റി വെക്കണേ. ഞാൻ വെള്ളവും മോപ്പും എടുത്തിട്ട് വരാം. മോപ്പ് നനച്ചു. അപ്പം നമുക്ക് റൂമിൽ നിന്ന് തുടങ്ങാം ഫസ്റ്റ്. അതായിരിക്കും നല്ലത്. ലാസ്റ്റ് നമ്മൾ സിറ്റ് ഔട്ട്. അതിപ്പോൾ തുടയ്ക്കാൻ നിന്നാൽ ശരിയാവില്ല കേട്ടോ. അപ്പം നമുക്കത് ലാസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ റൂമും ഏണിയുടെ അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടുന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം തുടയ്ക്കും. ഒന്നെനിക്ക് മാറ്റാൻ പറ്റൂല, എന്താണെന്നറിയാം, ഇൻവേർട്ടർ
മാറ്റിയിട്ട് അതിൻ്റെ അടിഭാഗം തുടയ്ക്കാൻ പറ്റൂല. ബാക്കിയെല്ലാം ഇങ്ങനെ ഓൾമോസ്റ്റ് വൃത്തിയാക്കിയെടുക്കും. നമ്മൾക്ക് വൃത്തിയൊന്നുമില്ലാണ്ട് എത്ര ആഹാരം നമ്മൾ കഴിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ പരിസരവും വീടും എല്ലാം നല്ല നീറ്റായിട്ട് വൃത്തിയാക്കണം. പറ ഇങ്ങോട്ടോ. അങ്ങനെ നമ്മള് ശ്വാസം മുട്ടുന്നു. പിന്നെ അത് ഞാന് റൂം തുടച്ചപ്പോ അറിയാണ്ട് ഫാൻ ഇട്ട് പോയി. അപ്പൊ ആ ഫാനിന്റെ ഒച്ച ഇനി പ്രശ്നമാവുമോന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനെ സെൻട്രാളും റൂമും എല്ലാം തുടച്ച് ഇതാക്കി ഇനി അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അടുക്കളയും വർക്ക് ഏരിയയും കൂടെ തുടച്ചിട്ട് നമുക്ക് പിന്നെ കാണാന്നല്ല, വീഡിയോ തൽക്കാലം വൈൻഡപ്പ് ആക്കാം. കാരണം സിറ്റ് ഔട്ട് തുടയ്ക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്. കാരണം പുള്ളിയുടെ വണ്ടി അവിടെ ഉണ്ട് ഒന്നത്, പിന്നെ മാറ്റെല്ലാം എടുത്തിട്ട് മാറ്റണം. പുറത്ത് മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യുമ്പോൾ വീഡിയോ ലെങ്ത് കൂടിപ്പോകും. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ നമ്മുടെ കുഞ്ഞു വീഡിയോ കണ്ടിട്ട് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് എപ്പോഴും ഉണ്ടാവണം കേട്ടോ. പിന്നെ എന്താ, ചെറിയ ചെറിയ വ്ളോഗുകളൊക്കെ വേറെ വരാനുണ്ട്. വോയിസ് ഓവർ കൊടുക്കാത്തതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. നാട്ടിലൊക്കെ പോയതിൻ്റെ വീഡിയോ ഉണ്ട്. അവിടെ ഒരു പ്രത്യേക കാലാവസ്ഥ കേട്ടോ. വരാനത്ത് ഭയങ്കര മഞ്ഞാണ്. പിന്നെ നമ്മൾ മഞ്ഞ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ വേറെ ഒരു പിന്നെ എന്താ പറയണ്ടേ, ഭാവിയിലത്തെ ഓഫ് റോഡ് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒരാളെ ഉൾപ്പെടുത്താത്തതുകൊണ്ട് ഞാനും എൻ്റെ ബ്രദറും എല്ലാം കൂടെ ഒന്നിച്ച് പോയതാട്ടോ. അപ്പോൾ ആ വീഡിയോ ഒക്കെ വഴിയേ വരുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാ, ഇപ്പോൾ ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ആക്കാം. അപ്പം വരും വ്ളോഗുകൾ കാണാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുക. അപ്പം ടാറ്റാ. പിന്നെ വീഡിയോ എപ്പോഴും കാണുന്ന പോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യരുത്. പിന്നെ നമുക്ക് വാച്ച് അവറൊക്കെ കൂട്ടി വരാനുള്ളതാണ്. പിന്നെ അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ വഴിയേ വരും. ഇനി നമുക്ക് ചെറിയൊരു യാത്ര പോകാനുണ്ട്. അത് നമുക്ക് ജീവിതത്തിലുള്ള ഒരു എന്താ പറയാ, ഞാൻ പറയാം. സ്ഥലത്തിന്റെ പേരൊന്നും പറയില്ല. അത് എങ്ങനെയാ നമ്മൾ പോകുന്നത്, എവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ കാണിച്ചു തരുന്നത് ആ ഒരു ദിവസം തന്നെയായിരിക്കും. എന്തായാലും അത് ഒരു ദിവസം ഇപ്പൊ 2 വീഡിയോ ഇട്ട് വിചാരിച്ച് മൂന്നാമതൊരു വീഡിയോ ഇടാൻ തന്നിരിക്കില്ല. ചിലപ്പോൾ അന്ന് തന്നെ ഇടും, അല്ലെങ്കിൽ പിറ്റേന്ന് എഡിറ്റ് ചെയ്തിട്ടിടും. അത് സസ്പെൻസ് ആണ് ഗൈസ്. ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. എല്ലാവർക്കും ഉള്ള ആഗ്രഹം. സഹായിച്ചാൽ നമുക്ക് പോകാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത എന്താണെന്നറിയില്ല. അതുകൊണ്ട് നമുക്ക് വരുന്ന വഴിയെ വരും ദിവസങ്ങളിൽ നമുക്കെല്ലാം കാണാം കേട്ടോ. നമ്മള് ലാസ്റ്റ് ഒരു ഡേറ്റ് ആകുമ്പോൾ നമ്മളത് പറയും, എവിടെയാ പോകുന്നത്, എങ്ങനെയാ പോകുന്നത്, എന്തിനാണ് പോകുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. പക്ഷെ എന്തായാലും അത് ഡേറ്റ് ആകുന്നത് വരെ സസ്പെൻസ് ആണ് ഗൈസ്. അത് ഒരാളുടെ അതിയായ ഒരു ആഗ്രഹം ഉണ്ടല്ലേ, ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. പിന്നെ വേറെ ആവശ്യങ്ങളും ഉണ്ട്. അപ്പോൾ കുറച്ച് പേരുണ്ടാവും. അപ്പോൾ ഒന്നിച്ചിട്ട് പോകാന്നുള്ള രീതിയിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരെ എല്ലാവരെയും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും കാരണം ഷൈങ് ആവുമല്ലോ, എല്ലാവർക്കും മടിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതൊക്കെ പരമാവധി പറ്റുന്നതൊക്കെ എടുത്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് നോക്കാം. നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് മാത്രം പോകുന്നതല്ല കേട്ടോ. അപ്പോൾ ആ ആഗ്രഹവും കൂടി സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് പോകുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ, ബൈ ബൈ.